ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹൈടെക് വേൾഡ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യാതെ ഇൻസ്റ്റാൾ ചെയ്യാതെ യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ പല കൂട്ടുകാർക്കുമുള്ള പ്രശ്നമാണ് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്നുകിൽ ഡ്രൈവർ കറപ്റ്റഡ് ആയി പോവുക, അല്ലെങ്കിൽ റീസ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ടായി വരാതെ ഇരിക്കും. അപ്പോൾ കൂട്ടുകാർ മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എളുപ്പമാണോ പാടാണോ, എങ്ങനെയാണ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല കൂട്ടുകാരും മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും പിന്മാറും. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും കൂടെ പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് ഈ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കി തന്നെ, എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളാണെങ്കിൽ കാലി ലിനക്സ് ആണ് നമ്മൾ ഹാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു സംശയം കാണും. ആ ഒരു സംശയത്തിനും കൂടെ പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ റെഡ്മി 6A ഡിവൈസിലാണ്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ കാലി ലിനക്സ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം അതിൽ റിസൾട്ട് ഇങ്ങനെയായിരിക്കും വരിക: കാലി ലിനക്സ് ഓൺലൈൻ ദ ക്ലൗഡ്, അതുപോലെ തന്നെ കാലി ലിനക്സ് .org. അത് കാലിയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇത് കാലി ലിനക്സ് ഓൺലൈൻ സെലക്ട് ചെയ്യണം. ownworks.net ആണ് സൈറ്റിൻ്റെ അഡ്രസ്സ്. അത് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ റൺ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കണം. നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതൊക്കെ ഓരോരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ ഉബുണ്ടു, മാക് OS എല്ലാം വന്നിട്ടുണ്ട്. അപ്പം താഴെയെല്ലാം ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. OSും എല്ലാം അതിൽ ലഭിക്കും. ഇപ്പോൾ സ്റ്റാർട്ട് നമുക്ക് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും. 20 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺലൈനിൽ ലോഡാവുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ലോഡായി വരുന്നുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റെഡി ആവുന്നുണ്ട്. 23 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 22 സെക്കൻഡ്. ഇപ്പോൾ എൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് വളരെ സ്ലോ ആണ്. അപ്പം ഇത്തിരി ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് ആണെങ്കിൽ നമുക്ക് സ്പീഡിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണക്റ്റിംഗ് ആയിട്ടുണ്ട്. പാസ്വേഡ് എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. റൂട്ട് പാസ്വേഡ് 123456. ഇപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റസ്പ്ലോയിറ്റ് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് റൺ ആവുന്നുണ്ട്, സാധാരണ കമ്പ്യൂട്ടറിലെ പോലെ തന്നെ. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് ഒന്ന് നോക്കാം. ഇത് നമുക്ക് ടച്ച് ചെയ്തും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ USB മൗസ് OTG കേബിൾ വഴി കണക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടച്ച് സ്ക്രീനിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും.
ഇപ്പോൾ അതിലുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് സാധാരണ ഒരു പി സിയിൽ യൂസ് ചെയ്യുന്ന അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വയർലെസ് അറ്റാക്കിൻ്റെ ടൂള് എല്ലാം വന്നിട്ടുണ്ട്. പാസ്വേഡ് നമുക്ക് പിന്നെ ഈ വൈഫൈ ഹാക്കിംഗ് ടൂളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റണ്ണാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് റണ്ണാവുന്നുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ഞാൻ നോ കൊടുത്തു. അപ്പോൾ ഇതാണ് ടൂള്, വൈഫൈ ഹാക്കിംഗ് ടൂള്. അപ്പോൾ അത് ഡ്രാഗ് ചെയ്തിട്ടു. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടാബ് അവിടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ ക്ലോസ് ചെയ്യാം. നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഇത്തിരി ലോഡായി വരാൻ ടൈം എടുക്കും. നമുക്കിനി സെറ്റിങ്സ് ഒന്ന് നോക്കാം. സെറ്റിങ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിൻ്റെ റാം എന്ന് പറയുമ്പോൾ 3GB റാമാണ്. പ്രൊസസ്സറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്നുണ്ട്. 32-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് 7.3 GB ആണ്. ഇനി അതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കടുത്ത ടൂൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഷോ ആപ്ലിക്കേഷൻസ് ഒന്ന് നമുക്ക് കൊടുത്തു നോക്കാം. അതിലിപ്പം ഇത്രയും ടൂൾസുകൾ അവൈലബിൾ ആണ്. സെൻ മാപ്പ്, എൻ മാപ്പ് എല്ലാം അവൈലബിൾ ആണ്. ബർബ് സ്യൂട്ട് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ആവുന്നുണ്ട്. ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുകയാണ്. അതും ക്ലോസ് ചെയ്യുകയാണ്. ബർബ് സ്യൂട്ട് ടെർമിനലും ക്ലോസ് ചെയ്യാം. സാധാരണ ഒരു പി സിയിൽ യൂസ് ചെയ്യുന്ന അതേ പെർഫോമൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നെറ്റ് സ്ലോ ആണെങ്കിൽ ലോഡായി വരാൻ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ 2 മൗസ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് എൻ്റെ മൗസ്, ഒന്ന് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള മൗസാണ്. അതിപ്പോൾ ഫയർഫോക്സ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഫയർഫോക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഈ ടൂള് നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം. ഈ ടൂൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് സെറ്റിങ്സ് ഒരിക്കൽ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓഡിയോ ഒന്ന് കൂട്ടി നോക്കാം. നെറ്റും ക്രോം ബ്രൗസറും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതുപോലെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, കാലി ലിനക്സ്. അപ്പം മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കീബോർഡിൻ്റെ പ്രശ്നമാണ്. അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വെർച്വൽ കീബോർഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾസ്. ടൂൾസുകളെല്ലാം കാണിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. നമുക്കിനി കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പണായി വന്നിട്ടുണ്ട്. അതർ ലൊക്കേഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒരേ ഒരു ഹാർഡ് ഡിസ്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫ്ലോപ്പി ഒന്നുമില്ല. നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ബി ഫ്രെയിം വർക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പണായി വന്നിട്ടുണ്ട്. ബി ഫ്രെയിം വർക്കിൻ്റെ ഇതാണ് കാണിക്കുന്നത്.
പോർട്ട് നമ്പറും യൂസർ നെയിമും പാസ്വേഡും എല്ലാം കാണിക്കുന്നുണ്ട്. കണക്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രൗസറിലാണ് ആ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. മെറ്റാസ്പ്ലോയിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നിരുന്നു, അത് റൺ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമുണ്ട് മെറ്റാസ്പ്ലോയിറ്റ്. ടൂൾസുകളെല്ലാം പ്രോപ്പറായി വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ടൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. മെറ്റാസ്പ്ലോയിറ്റിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണിത്. ആപ്ലിക്കേഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് ടൂൾസ്, എല്ലാ ടൂൾസും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്ത്, അത് വൈഫൈ ഹാക്കിംഗ് ടൂളാണ്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഏറ്റവും മികച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്രോം ബ്രൗസറും ഇൻ്റർനെറ്റ് കണക്ഷനും മാത്രം മതി. നമുക്കിനി സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂളായ സെറ്റ് ടൂൾ കിറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ടൂളും ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാ ടൂളും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡിന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് വ്യക്തമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ആപ്ലിക്കേഷൻസ് വീണ്ടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, സ്പീഡ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. SQL മാപ്പ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. പുതിയ വെർഷൻ കാലിയിൽ നമുക്ക് ഇതൊന്നും അവൈലബിൾ അല്ല. ഇത് 2019 മോഡൽ കാലി ലിനക്സ് ആണ്. വയർഷെർക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ആപ്ലിക്കേഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ക്ലോസ് ചെയ്ത് നമുക്കിനി ആപ്ലിക്കേഷൻസിലെ ഓരോ വേറായിട്ട് പരിചയപ്പെടാം. സെൻ മാപ്പ് എന്ന് പറയുന്നത് എൻ മാപ്പിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. പോർട്ട്, OS എല്ലാം സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമുക്കിനി ആപ്ലിക്കേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. APK ടൂൾ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യേണ്ട, ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഇപ്പോൾ ലീഫ് പാഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ടൈപ്പ് ചെയ്യണമെങ്കിൽ കീബോർഡ് വേണം. കീബോർഡ് വെർച്വൽ കീബോർഡ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻറ്റ്സ്, ഡൗൺലോഡ്സ്, മ്യൂസിക്, പിക്ചർ, വീഡിയോസ്. നമുക്കിനി ടെർമിനലിൻ്റെ കളറൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ വെള്ള കളറാണ് കാണുന്നത്. നമുക്കതൊന്ന് മാറ്റി നോക്കാം. പ്രിഫറൻസിൽ ടെക്സ്റ്റ് കളർ, നമുക്കതിൽ കളറിൽ പോയി അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. പച്ച കളർ വയ്ക്കാം. കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം.
ഞാനിപ്പോൾ പച്ച കളറാണ് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ അവിടെ ക്ലിക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കളർ മാറിയിട്ടുണ്ട്. ടെർമിനലിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ എല്ലാം കളർ മാറിയിട്ടുണ്ട്. സാധാരണ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്നത് പോലെയല്ല ഇതിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പാറ്റോയ്സ് വേണമെങ്കിൽ പാറ്റോയ്സ്, വിൻഡോസിൻ്റെത് വേണമെങ്കിൽ വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെങ്കിലും ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. SQL ഇഞ്ചക്ഷൻ, SQL മാപ്പ് അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതൊന്ന് ക്ലോസ് ചെയ്യാം. എല്ലാ ടൂൾസും വർക്കിംഗ് ആണ്. പിന്നെ മൗസിൻ്റെ ഡിലേ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്പണായി മൗസിൻ്റെ ഇത് ചെറിയൊരു ലാഗ് ഉള്ളത്. നമുക്കിനി സെറ്റിങ്സിലോട്ട് പോവാം. സെറ്റിങ്സിൽ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ബട്ടൺ എടുക്കാം. ക്ലോസ് ചെയ്യുന്നത്, പവർ ഓഫ് ചെയ്യുന്നത് ഈ ഒരു ബട്ടണാണ്. പവർ ഓഫ് ബട്ടൺ വിൻഡോസിലെ പോലെ തന്നെ പവർ ഓഫ്, റീസ്റ്റാർട്ട്, ക്യാൻസൽ, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയല്ല. മെനുവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സൈറ്റിൻ്റെ ഹോമിലേക്ക് പൊയ്ക്കോളും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം. Thanks for watching. Please subscribe this channel.